ജമ്മു കാശ്മീരിൽ ഭീകരവാദികളുടെ നുഴഞ്ഞുകയറ്റ ശ്രമം തകർത്തു സുരക്ഷാ സേന. ഭീകരരെ സഹായിച്ച ഒരാൾ ഇപ്പോൾ പിടിയിലായി. പാക് അധീന കശ്മീർ സ്വദേശി മുഹമ്മദ് ആരിഫാണ് പിടിയിലായിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടി ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ബൽറാം, കൂടുതൽ വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ജമ്മു കശ്മീരിലെ രജോരിയിലെ മഞ്ചോക്കോട്ടിലാണ് ഭീകരവാദികളുടെ നുഴഞ്ഞുകയറ്റ ശ്രമം സുരക്ഷാ സേന തകർത്തത്. ഈ ഭീകരവാദികളുടെ ഒരു സംഘം നിയന്ത്രണ രേഖയ്ക്ക് സമീപം ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി സുരക്ഷാ സേന ഇടപെടുകയായിരുന്നു. തുടർന്ന് എന്നാൽ ഈ സുരക്ഷാ സേനയെ കണ്ടതോടെ ഭീകരവാദികൾ പിന്നോട്ട് പോയി. അതേസമയം ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളെ സുരക്ഷാ സേന പിടികൂടിയിട്ടുണ്ട്. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും പാക് അധീന കശ്മീർ സ്വദേശിയായ മുഹമ്മദ് ആരിഫ് ആണ് പേര് എന്ന് വ്യക്തമായിട്ടുണ്ട്. ഇയാൾ ഭീകരവാദികളുടെ ഗൈഡായി പ്രവർത്തിച്ചു വരികയായിരുന്നു. പാക് അധീന കശ്മീർ ആയതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഈ പ്രദേശത്തെ ഭൗമ പ്രത്യേകതകളെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ട് എന്നതിനാൽ നുഴഞ്ഞു കയറാനും ജമ്മു കശ്മീരിലെ മലമുകളിലും മറ്റുമുള്ള സ്ഥലങ്ങൾ സംബന്ധിച്ചും ഇയാൾക്ക് വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ ജെയ്ഷെ മുഹമ്മദ് ഭീകരവാദികളുടെ വഴികാട്ടിയായി ഇയാൾ പ്രവർത്തിക്കുകയായിരുന്നു എന്നാണ് സുരക്ഷാ സേനയ്ക്ക് ചോദ്യം ചെയ്യൽ വ്യക്തമായിരിക്കുന്നത്. ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. ഇയാളുടെ ഒപ്പമുണ്ടായിരുന്ന ഭീകരവാദികളുടെ കൈവശം തോക്കുകൾ അടക്കമുള്ള ആയുധങ്ങളുടെ വലിയ ശേഖരം ഉണ്ടായിരുന്നു എന്നാണ് ഇയാൾ ചോദ്യം ചെയ്യലിൽ മൊഴി നൽകിയിരിക്കുന്നത്. ഇവർ അതേസമയം പാക് സൈന്യത്തിന്റെ സഹായത്തോടെയാണ്, അറിവോടെയാണ് ഇന്ത്യയിലേക്ക് പ്രവേശിച്ചത് എന്ന തരത്തിലുള്ള സംശയവും സുരക്ഷാ സേനയ്ക്കുണ്ട്. കാരണം ഈ പ്രദേശത്ത് നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാക് പോസ്റ്റിന് സമീപത്തു നിന്നാണ് ഇവരെ പിടികൂടിയത് എന്നത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സംശയം വർദ്ധിപ്പിക്കുന്നത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുന്നതിൽ നിന്നും പാക് സൈന്യത്തിന്റെ പങ്ക്, നുഴഞ്ഞുകയറ്റം സംബന്ധിച്ചുള്ള പങ്ക് സംബന്ധിച്ചുള്ള വ്യക്തതയും ലഭിക്കും എന്നാണ് സുരക്ഷാ സേന കരുതുന്നത്. അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പാകിസ്ഥാൻ ഭീകരവാദത്തെ സഹായിക്കുന്നു എന്നുള്ള ഇതിന് വ്യക്തമായ തെളിവ് ഇതോടെ ലഭിക്കും എന്നാണ് കണക്കാക്കുന്നത്. ഇന്ന് വിശദമായി തന്നെ ഇത് സംബന്ധിച്ച് സുരക്ഷാ സേന വാർത്താ സമ്മേളനം വിളിക്കും എന്നാണ് സൈനിക വൃത്തങ്ങൾ അറിയിക്കുന്നത്. എസ് കെ എൻ. ഈ ബൽറാം നെടുങ്ങാടി.